Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what are the objectives or functions of Accounting Standard Board. Objectives or functions of Accounting Standard Board. Accounting standards are the policy documents issued by the expert accountancy body relating to various aspects of measurement, treatment, and disclosure of accounting transactions and events. This is the meaning of accounting standard. Okay, but the following are the main objectives of accounting standard. First one, conceiving and suggesting areas in which accounting standards need to be developed. അപ്പോൾ നോക്കുക, കൺസീവിങ് ആൻഡ് സജസ്റ്റിംഗ്. അപ്പം ഒന്ന് സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺസീവ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, ഉറപ്പിക്കുക. എന്താണ് ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്. ഏത് ഏരിയയിലാണ് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആവശ്യമായിട്ടുള്ളത്, ആ ഏത് ഏരിയയിലേക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അത് സജസ്റ്റ് ചെയ്യുക, കൺസീവ് ചെയ്യുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? കൺസീവിങ് ആൻഡ് സജസ്റ്റിംഗ് ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്. Second one, formulating accounting standards in order to assist the Council of ICAI in evolving and establishing accounting standards in India. ഓക്കെ, നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് ICAIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി നോക്കാം പോയിന്റ്, formulating accounting standards in order to assist the council of ICAI. അപ്പം ICAIയുടെ കൗൺസിലിനെ അസിസ്റ്റ് ചെയ്യുക. എന്താണ് അതിനോടൊപ്പം ഇൻ ഇവോൾവിങ് ആൻഡ് എസ്റ്റാബ്ലിഷിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ഉണ്ടാക്കി ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ മേക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ICAI എന്ന് പറയുന്ന കൗൺസിലിനെ അസിസ്റ്റ് ചെയ്യുക. അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഡ്യൂട്ടിയാണ്. Okay, third point is examining how far the relevant international accounting standards can be adopted at the time of formulating the accounting standard. അപ്പം നമ്മുടെ രാജ്യത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എത്രത്തോളം റിലവൻ്റ് ആണ് എന്ന് പരിശോധിക്കുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ASB, ദാറ്റ് മീൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഡ്യൂട്ടിയാണ്. ഒന്നും കൂടെ, എക്സാമിനിങ് ഹൗ ഫാർ ദ റിലവൻറ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഫോർമുലേറ്റിംഗ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദെൻ ഫോർത്ത് വൺ, റിവ്യൂവിങ് at regular intervals the accounting standards from the point of view of acceptance or changed conditions. ഓക്കെ, ഇനി റിവ്യൂ ചെയ്യുക. നമ്മൾ ഒരിക്കൽ ഫോർമുലേറ്റ് ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അക്സെപ്റ്റൻസ്. അപ്പം പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അക്സെപ്റ്റൻസിൻ്റെ ബേസിലും അതുപോലെ ചേഞ്ച്ഡ് കണ്ടീഷൻ്റെ ബേസിലും ആയിരിക്കണം എന്ത് റിവ്യൂ ചെയ്യേണ്ടുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റിവ്യൂ ചെയ്യേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫോർത്ത് പോയിന്റ് എന്താണ്? റിവ്യൂവിങ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അക്സെപ്റ്റൻസ് or changed conditions. Okay, fifth function of accounting standard board is providing from time to time interpretations and guidance on accounting standards. പ്രൊവൈഡിങ് ഫ്രം ടൈം ടു ടൈം, സമയങ്ങളിൽ എന്ത് കൊടുക്കുക? ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുക, അതുപോലെ ഗൈഡൻസ് കൊടുക്കുക. എന്തിന്മേലെ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മേലെ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മേലുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, ദെൻ ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുക. എപ്പോഴൊക്കെ? പ്രൊവൈഡിങ് ഫ്രം ടൈം ടു ടൈം. ഓക്കെ, അപ്പം പോയിന്റ് ഈസ് ദിസ്, പ്രൊവൈഡിങ് ഫ്രം ടൈം ടു ടൈം ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഗൈഡൻസ് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. Then next and last one, carrying out such other functions in respect of accounting standards. Carrying out such other functions in respect of accounting standards. അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്ത് ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ക്യാരി ഔട്ട് ചെയ്യേണ്ടുന്നത് ആരുടെ ഫങ്ഷനാണ്? accounting standard board in the function ആണ്. There are 6 important functions or objectives of accounting standard board.
Dear students, watch and listen the videos carefully and try to write the assignment question. What are the objectives or functions of Accounting Standard Board?